നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഉപദ്രവിച്ചവരുണ്ടാകും, നിങ്ങളെ അപമാനിച്ചവരുണ്ടാകും. അവർക്ക് നിങ്ങൾ ഫോർഗീവ്നെസ്, അവരോട് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇനിയും ഞാൻ അയാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ മനസ്സമാധാനം കളയണോ എന്ന്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വലിയൊരു തെറ്റു പറ്റിയിട്ടുണ്ട്. ഞാൻ ഹാബിത് പാലയിൽ. നിങ്ങളുടെ ഉള്ളിലുള്ള ദേഷ്യത്തെ നിങ്ങളൊരു പുകയായിട്ട് കരുതുക. ആ പുക കാരണം നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ആ പുക ഇല്ലാതാക്കണമെങ്കിൽ അവിടെ ഒരു തീ ഉണ്ടാകും. ആ തീ നിങ്ങൾ കെടുത്തണം. ആ തീ കെടുത്തുക എന്ന് പറയുന്നതാണ് നമ്മൾ മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കുക, മറ്റുള്ളവരോട് ഫോർഗീവ്നെസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളെ ഉപദ്രവിച്ച, നിങ്ങളെ അപമാനിച്ച ആളുകൾക്ക് നിങ്ങൾ ഫോർഗീവ്നെസ് നൽകണം, നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അയാളെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്നോ അയാളെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ച് സൽക്കരിക്കണോ എന്നല്ല അതിനർത്ഥം. അയാളോട് നമ്മൾ പക വെക്കുന്ന സമയത്ത് അയാളുമായിട്ട്, ആ ചിന്തകളുമായിട്ട് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുകയാണ്. എന്നാൽ അയാളോട് ക്ഷമിക്കുമ്പോൾ ഇമോഷണലി നമ്മൾ അതിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ ഉപദ്രവിച്ച ആളുകളെ കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ആ ദേഷ്യം, ആ പക, ആ സങ്കടം അത് പരിപൂർണമായിട്ട് നിങ്ങൾ ഫോർഗീവ്നെസ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുമ്പോൾ അത്തരം ചിന്തകളുമായിട്ട് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യുകയും നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെ ലൈഫിനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്